ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തിരുവചന ജപമാല മരിയൻ ധ്യാനം 129 എപ്പിസോഡ്. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 42. അതിൽ ലുത്തിനിയായിൽ ഈ വാഴ്ത്തുമൊഴികളുണ്ടല്ലോ, മറിയത്തെക്കുറിച്ചുള്ള വാഴ്ത്തുമൊഴികൾ, അതിൽ 39 അഭയാർത്ഥികളുടെ ആശ്വാസം അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെ സാന്ത്വനം, രണ്ട് തരത്തിലും തർജ്ജമ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഈ ലേറ്റസ്റ്റായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അത് കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തർജ്ജമ പല പുസ്തകങ്ങളും പല തരത്തിലാണ് കാണുന്നത്. അഭയാർത്ഥികളുടെ ആശ്വാസം, കുടിയേറ്റക്കാരുടെ സാന്ത്വനം. സോളസ് ഓഫ് മൈഗ്രൻസ് എന്നാണ് ഇംഗ്ലീഷിൽ. സൊളാച്ചിയും മിഗ്രാൻസിയും എന്ന് ലത്തീനിൽ. ഈ വാഴ്ത്തുമടിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ മറിയത്തെക്കുറിച്ചുള്ള ഒരു വചനം മാത്രമല്ല, മറിയത്തിൻ്റെ ജീവിതം അടിസ്ഥാനമാക്കിയാണ് ഈ വാഴ്ത്തുമടി രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഗബ്രിയേൽ മാലാഖയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മറിയം ഈശോയെ ഗർഭം ധരിച്ചു കഴിഞ്ഞ് ഉടനെ ചെയ്യുന്ന കാര്യം എന്താണ്? ധൃതിയൽ ഇൻ ഹേസ്റ്റ്. മറിയം നസ്രത്തിൽ നിന്നും യൂദയായ മലമ്പ്രദേശത്തുള്ള സക്കറിയാസിൻ്റെയും എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ഒരു അഭയാർത്ഥിയായിട്ടല്ല പോകുന്നത്, എങ്കിലും ഒരു തീർത്ഥയാത്രയാണത്. കർത്താവിനും വഹിച്ചുകൊണ്ടുള്ള തീർത്ഥയാത്ര, ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്ന് പറയാം. മറിയത്തിൻ്റെ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമാണത്. അത് കഴിഞ്ഞിട്ട് നസ്രത്തിൽ നിന്നും യൂദയായ മലമ്പ്രദേശത്തേക്ക്. യൂദയായ മലമ്പ്രദേശം 3 മാസം കഴിഞ്ഞ് അവൾ നസ്രത്തിൽ തിരിച്ചു വന്നു. 3 മാസം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ബേത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു. അതെന്താണ് കാര്യം? അതൊരു അഭയാർത്ഥി പോലെയാണ്. കാരണം ഈ ചക്രവർത്തിയുടെ തീരുമാനമാണ് രജിസ്ട്രേഷൻ. കനേഷുമാരി, നമ്മൾ ജാതി സെൻസസ് ഒക്കെ പറയില്ലേ, അന്ന് ഇതുപോലെ സെൻസസ് ഉണ്ടായിരുന്നു. ആ സെൻസസിന് പല ഘട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോരുത്തരും സ്വന്തം പട്ടണത്തിൽ പേരെഴുതി ചേർക്കണം. ജോസഫിൻ്റെ പിതൃസ്വത്ത് കിടക്കുന്നത് ബേത്ലഹേമിലാണ്. അപ്പോൾ മറിയം ജോസഫിനോട് കൂടെ ബേത്ലഹേമിലേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് ഈശോയെ പ്രസവിക്കുന്നത്. പക്ഷെ അവിടെ വെച്ചിട്ട് പ്രശ്നമുണ്ടായി. ഈ പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികൾ, ബാബിലോണിയ പേർഷ്യയിൽ നിന്നുള്ള ജ്ഞാനികൾ മഹാനായ ഹെരോദസിൻ്റെ കൊട്ടാരത്തിൽ കയറിയിട്ടാണ് എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ ചോദിച്ചത്. അവരുടെ വിചാരം രാജകൊട്ടാരത്തിലായിരിക്കുമല്ലോ എന്നാണ്. യഹൂദന്മാരുടെ രാജാവാണല്ലോ. ഈ മഹാനായ ഹെരോദസ് തൻ്റെ രാജകീയ സിംഹാസനത്തിന് വേറൊരു അവകാശി വന്നിരിക്കുന്നു. അയാൾക്ക് 10 ഭാര്യമാരും അനേകം മക്കളുണ്ടായിരുന്നു ഈ മഹാനായ ഹെരോദസിന്. അതിൽ ചിലവരെയൊക്കെ നമുക്ക് ബൈബിള് പരിചയപ്പെടുത്തുന്നുണ്ട്. ഹെരോദസ് അർക്കലാവസ്, ഹെരോദസ് അന്തിപ്പാസ്, ഹെരോദസ് ഫിലിപ്പ്, ഇങ്ങനെ പലരൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പ് എന്ന പേരിൽ 2 പേരുണ്ട്. അപ്പോൾ ഈ മഹാനായ ഹെരോദസിൻ്റെ പല ഭാര്യമാർ, 10 ഭാര്യമാരുണ്ടായിരുന്നു. 5 ഭാര്യമാരിലെ പല മക്കളെ നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ പരിചയപ്പെടാം. ഈ മഹാനായ ഹെരോദസ് ഒരുപാട് രാഷ്ട്രീയം നിലയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ വളരെ ക്രൂരനായ രാജാവായിരുന്നു. ആ ക്രൂരനായ രാജാവ് തൻ്റെ രാജകീയ സിംഹാസന ഒരു അവകാശി, അത് തൻ്റെ കുടുംബത്തിലല്ലാത്ത ഒരാൾ അവകാശിയായിട്ട് വരുന്നു കണ്ടപ്പോൾ ഈ ബേത്ലഹേമിലെ ആൺകുട്ടികളെല്ലാം കൊല്ലാനായിട്ട് ഉത്തരവിടുകയാണ്. അപ്പോൾ മാലാഖ ജോസഫിനോട് പറയാണ്, കുഞ്ഞിനെയും അതിൻ്റെ അമ്മയെ എടുത്തിട്ട് നീ ഓടിപ്പോ. എവിടേക്ക്? ഈജിപ്തിലേക്ക്. ഈജിപ്റ്റ് എന്നും അവർക്ക് പലപ്പോഴും അടിമത്തത്തിൻ്റെ നാടാണ്, പലപ്പോഴും പ്രവാസത്തിൻ്റെ നാടാണ്. അങ്ങനെ ഈജിപ്തിലേക്ക് പോകാൻ യെരമിയായും ഈജിപ്തിലേക്ക് ആണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ ആളുകൾ നിർബന്ധിച്ച് കൊണ്ടുപോയത്. അങ്ങനെ ഈ ഈജിപ്തിലേക്ക് അഭയാർത്ഥിയായിട്ട് പോകേണ്ടി വന്നു തിരുക്കുടുംബത്തിന്. ജോസഫും മറിയവും ഈശോയെ ഉണ്ണീശോ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോകുകയാണ്. അവിടെ താമസിച്ച് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഈശോയ്ക്ക് ഏകദേശം 7 വയസ്സുള്ളപ്പോഴാണ് തിരിച്ചു വരുന്നത്. എവിടേക്ക്? ബേത്ലഹേമിലേക്ക് വരികയാണ്. ബേത്ലഹേമിൽ ഞാൻ പറഞ്ഞല്ലോ, ജോസഫിൻ്റെ പിതൃസ്വത്ത് അവിടെ കിടക്കണേ. അവിടെ താമസിക്കാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ മഹാനായ ഹെരോദസ് മരിച്ചിട്ട് ഈ യൂദയ ഉൾക്കൊള്ളുന്ന പ്രദേശം കിട്ടിയത് ഹെരോദസ് അർക്കലാവസ് എന്ന് പറഞ്ഞാൽ മഹാനായ ഹെരോദസിൻ്റെ മകനാണ്. ഭയങ്കര ക്രൂരനായിരുന്നു. അപ്പോൾ അയാളുടെ അവിടെ താമസിക്കുന്നത് മഹാനായ ഹെരോദസിൻ്റെ രാജ്യത്തിൽ താമസിക്കുന്നതിനേക്കാൾ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ജോസഫ് തീരുമാനം എടുക്കണം, നസ്രത്തിലേക്ക് പോകുകയാണ്. എന്തുമാത്രം അഭയാർത്ഥികളായിട്ടാണ് ഈ തിരുക്കുടുംബം പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 2-ാമത്തെ അധ്യായം 1 മുതൽ അവസാനം വരെ 23 വരെ വായിച്ചാൽ ഈ പലതരം അഭയാർത്ഥികളെക്കുറിച്ചുള്ള പലതരത്തിലുള്ള അഭയാർത്ഥികളായിട്ട് മറിയവും ജോസഫും ഈശോയും പോകുന്നത് നമുക്ക് അവിടെ കാണാം. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഈ അഭയാർത്ഥികളുടെ ആശ്വാസം, കുടിയേറ്റക്കാരുടെ സാന്ത്വനം എന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തത്. 2020 കൂട്ടിച്ചേർത്ത്.
ഇന്നത്തെ നമുക്കറിയാം, ലോകത്തിൽ പലരും അഭയാർത്ഥികളും കുടിയേറ്റക്കാരും പ്രവാസികളായി ജീവിക്കുന്നു. നമ്മൾ പണ്ട് ഈ ഗുജറാത്തിലുള്ളവരൊക്കെ 16-ാം നൂറ്റാണ്ടിൽ, അതിനു മുമ്പൊക്കെ ടൻസാനിയ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി. നമ്മൾ മാർവാടികൾ എന്ന് പറഞ്ഞവരൊക്കെ. ടൻസാനിയയിൽ ഞാൻ 2 കൊല്ലം അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, ആഫ്രിക്കയിൽ. അവിടെ ഏറ്റവും വലിയ പണക്കാർ ഗുജറാത്തി മാർവാടികളാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർ അവർ പണക്കാരായിട്ടാണ് അവിടെ കാണുന്നതും. അത് പണക്കാരാണ് താനും. പലപ്പോഴും നമ്മളെ ആക്രമിക്കുന്നത് പണം അപഹരിക്കാൻ വേണ്ടിയാണ് അവിടെയുള്ളവർ. അങ്ങനെയുള്ള പിന്നെ നമുക്കറിയാം, കാനഡയിൽ പഞ്ചാബികൾ കുറേയുണ്ട്, അമേരിക്കയിൽ ഗുജറാത്തികളുണ്ട്, മലയാളികളുണ്ട്, ഭാരതക്കാർ ഭാരതീയർ ഒരുപാടുണ്ട്. അപ്പം നമ്മളിങ്ങനെ എല്ലാ കാലത്തും പ്രവാസികളുണ്ട്. എല്ലാ നാട്ടിൽ നിന്നും ആൾക്കാർ പ്രവാസികളായിട്ടുണ്ട്. കുടിയേറ്റക്കാരുണ്ട്, പ്രവാസികളുണ്ട്, കുടിയേറ്റക്കാരുണ്ട്, അഭയാർത്ഥികളുണ്ട്. ഈ പരദേശികളെ സഹായിക്കാൻ അഭയാർത്ഥിയായി ജീവിച്ച മറിയത്തിന് സാധിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത്. കാരണം തിരുക്കുടുംബം അഭയാർത്ഥികളായിട്ട് പല സ്ഥലത്തും താമസിച്ചിട്ടുണ്ട്. ആരാണ് അയൽക്കാരൻ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആ വേദശാസ്ത്ര കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചത്? ആരാണ് അയൽക്കാരൻ നമുക്കൊക്കെ അറിഞ്ഞൂടെ? പക്ഷേ അത്ര എളുപ്പമല്ല. നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്നത് കൊണ്ട് മാത്രം അയൽക്കാരനാകുമോ? ഇസ്രായേലിൽ സഹ ഇസ്രായേലിയൻ, അതായത് സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് അയൽക്കാരെന്നാണ് അവർ കണക്കാക്കണേ. ഇപ്പോൾ ഇസ്ലാം സമുദായത്തിൽ ഇസ്ലാമുകൾ മാത്രമാണ്, മുസ്ലിംസ് മാത്രമാണ് അവർക്ക് അയൽക്കാർ, അല്ലേ? അങ്ങനെയല്ലേ പൊതുവേ കണക്കാക്കപ്പെടുന്നത്, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സഹായങ്ങളെല്ലാം അവരുടെ മതത്തിലുള്ളവർക്കാണ്. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ലല്ലോ. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല കണക്കാക്കുന്നത്. കാരണം ക്രിസ്ത്യാനികൾക്ക് അയൽക്കാരെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. യഹൂദർക്ക്, അതായത് കർത്താവിൻ്റെ കാലത്തെ യഹൂദർക്ക് സഹ ഇസ്രായേലിൽ മാത്രമാണ് അയൽക്കാരൻ. പക്ഷെ ചിലരെല്ലാം അത് എതിർത്തു. നമ്മൾ മറ്റു നാട്ടിൽ പ്രവാസികളായി കഴിഞ്ഞിട്ടില്ലേ, അഭയാർത്ഥികളായി കഴിഞ്ഞിട്ടില്ലേ? ഈജിപ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ബാബിലോണിൽ, പേർഷ്യയിൽ കഴിഞ്ഞിട്ടുണ്ട്, ബാബിലോണിൽ, അസീറിയയിൽ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പ്രവാസികളായും അഭയാർത്ഥികളായും കഴിഞ്ഞപ്പോൾ നമ്മളെ അവർ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ഇടയിലുള്ള വിദേശികളെയും കണക്കാക്കണ്ടേ? അപ്പോൾ അങ്ങനെ ഈ സഹ ഇസ്രായേലിനും നമ്മുടെ ഇടയിൽ താമസിക്കുന്ന വിദേശികളും അയൽക്കാരാണ് എന്ന ഒരു വികസിത സങ്കല്പം കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നു. എന്നാലും അതിൽ ചിലരൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല, സമരക്കാരെ ഉൾപ്പെടുത്താൻ പാടില്ല, അങ്ങനെ ചില വകഭേദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിനാണ് ആരാണ് അയൽക്കാരൻ, അതായത് നമ്മളും നമ്മുടെ കൂട്ടത്തിൽ താമസിക്കുന്ന അഭയാർത്ഥികളും. അങ്ങനെ ഒരു നിർവചനമാണ് കർത്താവിൻ്റെ കാലത്ത് പൊതുവെ ആക്സെപ്റ്റ് ചെയ്ത് കർത്താവ് അതിനെ തിരുത്തുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ ബംഗാളികൾ എന്ന് പറയുന്ന ഒറീസക്കാരും ബംഗാളികളൊക്കെ ആയിട്ട്, അതായത് അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. എനിക്ക് വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ പണിയെടുക്കാനായിട്ടെല്ലാം അവരെയാണ് ഇപ്പോൾ കിട്ടുന്നത്. നമ്മൾ കേരളക്കാർ മറ്റു നാടുകളിൽ ജർമ്മനി, അമേരിക്ക, കാനഡ, അങ്ങനെയുള്ള പല സ്ഥലത്തും പ്രവാസികളായും അഭയാർത്ഥികളായും കുടിയേറ്റക്കാരായിട്ട് ജീവിക്കുന്നു. ഈ നമ്മളെ നാട്ടിലെ അതിഥി തൊഴിലാളികളെ കാണുമ്പോൾ നമുക്ക് ചിലർക്കൊക്കെ ഒരു പേടിയുണ്ട്, ഇല്ലേ? ചിലയിടത്തൊക്കെ ചില കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട് താനും. ഇതേ വികാരമാണ് നമ്മൾ വിദേശത്ത് താമസിക്കുമ്പോഴും ഇല്ലേ, നമ്മളെ കാണുമ്പോൾ അവർക്കൊരു ചെറിയ പേടിയുണ്ടാവും. ഇവർ കളറ് വ്യത്യാസമുണ്ട്, സ്വഭാവം വ്യത്യാസമുണ്ട്, സംസ്കാരം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം എവിടെയും ഉണ്ട്. അത് നമ്മുടെ നാട്ടിലല്ലാത്ത മറ്റേത് നമ്മുടെ നാട്ടിലും പ്രശ്നമുണ്ട്, നമ്മുടെ നാട്ടിലല്ലാത്തടത്തും പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു തുണ വേണം. അഭയാർത്ഥികളായും പ്രവാസികളായും കുടിയേറ്റക്കാരായും ജീവിക്കുന്നു, തീർന്നില്ല. ഈ നമ്മൾ എത്രയോ പേര് ഇപ്പം അഭയാർത്ഥികളായി യൂറോപ്പിലും അമേരിക്കയിലൊക്കെ കുടിയേറി പാർക്കുന്നു. അപ്പോൾ കുടിയേറി പാർക്കുന്നു, നമ്മുടെ നാടുകൾ വീട്ടിലാണ്. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പറമ്പും വീടൊക്കെ എംപ്റ്റി ആയിട്ട് കിടക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ് മിക്കവാറും പിടിച്ചെടുക്കും. അപ്പോൾ ഈ നമ്മളെന്തിനാണ് പിന്നെ ഈ നാട്ടിൽ ഇത്രമാത്രം കെട്ടിടങ്ങൾ പണിത് ഇട്ടിരിക്കുന്നത്? മുസ്ലിംസ് അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇവിടുന്ന് പൊക്കോളും. നമ്മളവർ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ ക്രിസ്ത്യാനികൾ ഇവിടുന്ന് പൊക്കോളും. അപ്പോൾ നമുക്ക് ഇവരുടെ ഭൂമി മുഴുവൻ, നമ്മുടെ കേരളം മുഴുവൻ പെട്ടെന്ന് തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമാക്കി മാറ്റാമെന്നാണ് മുസ്ലിംസ് കണക്കാക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളെ ഇല്ലേ ഹിജാബിൻ്റെ പേര് പറഞ്ഞും പിന്നെ നിസ്കാരമുരുടെ പേരും പറഞ്ഞ് ക്രിസ്ത്യാനികൾ ഇങ്ങനെ പീഡിപ്പിക്കുന്നതിന് കാരണം ക്രിസ്ത്യാനികൾ തിരിച്ചടിക്കില്ല, മറിച്ച് അവർ പലായനം ചെയ്യുള്ളൂ, അഭയാർത്ഥികളായി പോകുകയുള്ളൂ. അഭയാർത്ഥികൾ സാന്ത്വനം എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അവർ പൊയ്ക്കോളും. ഇങ്ങനെയൊരു ശ്രമത്തിലാണ് അവർ നടക്കുന്നത്. ദൈവത്തെ പരീക്ഷിക്കുകയാണ് അവർ. പക്ഷെ അതേസമയം ഈ പലായനത്തൊക്കെ നമുക്ക് തീർത്ഥാടനമാക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാം പ്രചരിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾ ഒരു മൈക്രോ മൈനോറിറ്റിയാണിപ്പോൾ. പണ്ട് 24% ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ അത് 18 ഉള്ളൂ. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾക്ക് പ്രത്യുൽപാദനമില്ല. കാരണം അവർ ജോലിയും
പിന്നെ പണവുമായിട്ട് പിന്നാലെ നടക്കുകയാണ്, മക്കൾ വേണ്ടെന്നുള്ള അഭിപ്രായത്തിലാണ്. അപ്പോൾ അവരിപ്പോൾ മൈക്രോ മൈനോറിറ്റി എന്നുള്ളത് കുറച്ചും കൂടി ചെറുതാവും. അപ്പോൾ അവരെ ആക്രമിക്കാൻ എളുപ്പമാണ്. നമ്മൾ മറിച്ചൊന്ന് ചെയ്യണം. കർത്താവ് എന്താ പറഞ്ഞത്? വർദ്ധിച്ച് പെരുകുക. അപ്പോൾ നമ്മുടെ സുഖം സന്തോഷം എന്നതും മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ വാക്കുകൾക്ക് കാതോർത്താൽ ഈ പലായനത്തെ നമുക്ക് തീർത്ഥാടനമാക്കാം. തീർന്നില്ല, തിരിച്ചു വരവുണ്ടാകും. ഈ പ്രവാസികൾക്കൊരു തിരിച്ചു വരവുണ്ടാകും. ഈ മറിയം പോയ സ്ഥലങ്ങളിലെല്ലാം തിരിച്ചു വന്നു, പ്രവാസിയായിട്ട് പോയി, അഭയാർത്ഥിയായി പോയി തിരിച്ചു വന്നു. അങ്ങനെ ഒരു തിരിച്ചു ഉണ്ടാകണം. നമ്മുടെ കാലത്തും മക്കളുടെ കാലത്തും ഉണ്ടാകണം. യൂറോപ്പിനെ മുഴുവൻ മുസ്ലിം ആക്കാമെന്ന മോഹത്തോടെയാണ് മുസ്ലിങ്ങൾ ഈ പാശ്ചാത്യ നാട്ടിലേക്ക് അഭയാർത്ഥികളായി പോകുന്നത്. കുറേ പേരെങ്കിലും അങ്ങനെ ഒരു ദുഷ്ടലാക്കുണ്ട്. ചിലർ നല്ല സുഖസൗകര്യങ്ങൾ തേടി പോകുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ക്രിസ്ത്യൻ റൂട്ട് എന്ന് പറയുന്ന, അതായത് യൂറോപ്യൻ സംസ്കാരം എന്ന് പറയുന്നത് ക്രിസ്തീയ വേരുകളാണ്. ആ ക്രിസ്തീയ വേരുകൾ മുഴുവൻ മുറിച്ച് കളഞ്ഞ് അവിടെ മുഴുവൻ ഇസ്ലാം ആക്കാം എന്നുള്ള ഒരു നിഗൂഢ അജണ്ട കുറേ മുസ്ലിംസിന് ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം അപ്പോഴും ഓർക്കണം. ഈ ഫാത്തിമ, പോർച്ചുഗലിലെ ഫാത്തിമയിലാണ് മറിയം പ്രത്യക്ഷപ്പെട്ടത്. മുഹമ്മദിൻ്റെ മകളുടെ പേരാണ് ഫാത്തിമ. ഈ വരുന്ന മുസ്ലിംസിനെ മുഴുവൻ അതായത് മുഹമ്മദിൻ്റെ മകളായ ഫാത്തിമയെ റെപ്രസെൻ്റ് ചെയ്ത് ആ ഫാത്തിമ എന്ന സ്ഥലത്ത് തന്നെ പോർച്ചുഗലിൽ മറിയം പ്രത്യക്ഷപ്പെടും. അതിനർത്ഥം ഈ വരുന്ന മുസ്ലിംസിനെ മുഴുവൻ, അതായത് ഫാത്തിമയെ റെപ്രസെൻ്റ് ചെയ്യുന്ന മുസ്ലിംസിനെ മുഴുവൻ മറിയം ക്രിസ്ത്യാനികളാക്കി മാറ്റുമെന്നുള്ളതാണ്. അത് ദൈവിക പദ്ധതിയാണ്. അതിനെ തകിടം മറിക്കാൻ മുസ്ലിമിന് കഴിയില്ല, ഇസ്ലാമിന് കഴിയില്ല. കാരണം ഇസ്ലാമിൻ്റേത് ഒരു മനുഷ്യ സംവിധാനമാണ്, ക്രിസ്ത്യാനികളുടേത് ഒരു ദൈവിക സംവിധാനമാണ്. അതെപ്പോഴും ദൈവം എപ്പോഴും ഇങ്ങനെ സഹിക്കുന്നവനെ പോലെയാണ് നിൽക്കുക. പക്ഷെ അവനാണ് സർവശക്തി. പീലാത്തോസ് അടിക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാരെ വിട്ടടിക്കുന്നു, പട്ടാളക്കാരെ അടിക്കുന്നു. അപ്പോഴൊക്കെ കർത്താവ് സഹിക്കുകയാണ്, തിരിച്ചടിക്കാൻ കർത്താവിന് പറ്റുമായിരുന്നില്ലേ? ഈ ദേവാലയത്തിൽ കച്ചവടം മുഴുവൻ നിർത്തലാക്കാൻ കർത്താവ് വയലൻ്റ് ആയതാ. ചെറിയൊരു വയലൻസ് കൂടി എടുക്കാമായിരുന്നല്ലേ? പക്ഷെ ദൈവം അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു രീതിയാണ്. അതിനാൽ ഈ പ്രവാസത്തെ, ഈ അഭയാർത്ഥികളാകുന്ന അവസ്ഥയെ, പലായനത്തെ, കുടിയേറ്റത്തെ നമ്മളും ആരൊക്കെയാണെങ്കിലും അതിനെയൊക്കെ തീർത്ഥാടനമാക്കി അവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കാൻ മറിയത്തിന് അത് സാധിച്ചു. മറിയം കുടിയേറ്റക്കാരിയായും അഭയാർത്ഥിയായിട്ടും പ്രവാസിയായിട്ടും പല സ്ഥലങ്ങളിൽ താമസിച്ചപ്പോഴൊക്കെ കർത്താവിനെ കൊടുത്തു. അങ്ങനെ അവളുടെ കുടിയേറ്റത്തെ മുഴുവൻ തീർത്ഥാടനമാക്കി. നമ്മൾ പ്രവാസ ലോകത്താണെങ്കിലും അഭയാർത്ഥികളാണെങ്കിലും കുടിയേറ്റക്കാരാണെങ്കിലും അവിടെയൊക്കെ മറിയത്തെ അനുകരിച്ച് ഈ കർത്താവിനെ കൊടുക്കുന്ന ഒരു ജീവിതാവസ്ഥ, ദൈവത്തിന് കാതോർക്കുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ചും കുടുംബം, വിവാഹം, മക്കള്, അതിലൂടെയാണ് നമ്മുടെ സമുദായത്തെ ശാക്തീകരിക്കുക, അതിലൂടെയാണ് സുവിശേഷ പ്രഘോഷണം ശാക്തീകരിക്കുക എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ ഈ പലായനങ്ങളെ മുഴുവൻ, കുടിയേറ്റങ്ങളെ മുഴുവൻ തീർത്ഥാടനമാക്കാൻ നമുക്ക് കഴിയും. അതുപോലെ ഒരു തിരിച്ചു വരവ് നമ്മുടെ നാട്ടിലേക്കും വരും സുവിശേഷവുമായിട്ട്, സുവിശേഷ പ്രഘോഷണമായിട്ട്. ഇങ്ങനൊരു ലക്ഷ്യം നമുക്കുണ്ടാകണം. പഠിച്ചു, ജോലിയെടുത്തു, സോവാട്ട്, കുറേ പണം കിട്ടി, എന്നിട്ട് പിന്നെ അവിടെ അത്ര ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം നിന്നാൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. നമുക്ക് ലക്ഷ്യം വേണം, മറ്റൊരാൾക്ക് വേണ്ടി വേണം നമ്മൾ ജീവിക്കാൻ. അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാകട്ടെ, കർത്താവിന് വേണ്ടിയാകട്ടെ. അപ്പോൾ പൂർണ്ണമായും ദൈവത്തിൽ നിന്നും പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഉത്തമ മനുഷ്യൻ്റെ സ്വഭാവം നമുക്ക് വരും. അതിന് നമ്മൾ സഹായിക്കാൻ ഏറ്റവും സാധിക്കുന്ന ഒരാളാണ് മറിയം. മാത്രമല്ല, ഈ മറിയത്തെയാണ് ദൈവം തൻ്റെ പുത്രനെ മറിയത്തെയാണ് ഭരമേൽപ്പിച്ചത്. മറിയത്തെയും ജോസഫിനെയും ദൈവം ഭരമേൽപ്പിച്ചത്, ദൈവത്തിൻ്റെ പുത്രനെ ഭരമേൽപ്പിച്ചത് മറിയം എന്ന സ്ത്രീ, ജോസഫ് എന്ന മനുഷ്യൻ. അപ്പോൾ ദൈവം തൻ്റെ പുത്രനെ പോലും മറിയത്തെ ഭരമേൽപ്പിച്ചു. ആ കൊച്ചിനൊരു അപകടം വന്നപ്പോൾ ജോസഫും മറിയും ആ കൊച്ചിനെടുത്ത് കൊണ്ട് ഓടണം. ആ കൊച്ചാണ് ദൈവം എന്ന് ഓർക്കുക. അങ്ങനെയെങ്കിൽ ദൈവം തൻ്റെ മകനെ മറിയത്തെ ഭരമേൽപ്പിച്ചെങ്കിൽ നമ്മളും നമ്മുടെ മക്കളെയും മറിയത്തെ ഭരമേൽപ്പിക്കണ്ടേ? അത് എത്രയോ ശരിയാണ്. ഇതാണ് ഈ വാഴ്ത്തുമൊഴിയുടെ ദൈവിക അല്ലെങ്കിൽ തിരുവചന പശ്ചാത്തലം. വളരെ ഗംഭീരമായ പശ്ചാത്തലമാണ്. അത് നമ്മുടെ കൊന്തയിൽ കൂട്ടിച്ചേർത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കൂട്ടിച്ചേർത്തത്. അദ്ദേഹം കുടിയേറ്റത്തെയൊക്കെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യണമെന്ന് പറഞ്ഞു. ഒരുപാട് ക്രിസ്തീയ സ്ഥാപനങ്ങളെല്ലാം ഈ മുസ്ലിംസിന് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. നമുക്ക് പേടി തോന്നുന്നുണ്ട്, അപകടം തോന്നുന്നുണ്ട്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അപകടമില്ല തോന്നാത്തതിന് കാരണം അദ്ദേഹം കർത്താവിൽ ഉറച്ച് വിശ്വസിച്ചു എന്നതുകൊണ്ടാണ്. കർത്താവിന് ശക്തിയെ മറികടക്കാൻ ഇസ്ലാമിന് കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്.
തീർച്ചയായിട്ടും നമ്മൾ കുറേ പേരെ കൊല്ലാനൊക്കെ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരും. പക്ഷേ കർത്താവ് അവരെ മൊത്തത്തിൽ മാനസാന്തരപ്പെടുത്തും. ഇതായിരിക്കും കർത്താവിൻ്റെ പദ്ധതി. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. അതിനാൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടതൊക്കെ എടുക്കണം. അതിപ്പം ഇപ്പോൾ ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ അതിൻ്റെ മുൻകരുതലുകളിലേക്ക് വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. ആ ക്രിസ്തീയ വേരുകൾ മുറിച്ച് കളയാതെ ഇസ്ലാമിന് അഭയം കൊടുക്കുന്നതിൽ തെറ്റില്ല. ക്രിസ്തീയ വേരുകൾ മുറിച്ച് കളയാതെ ക്രിസ്തുവിനെ അവരോട് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടും എന്നുള്ള മട്ടിൽ അവർക്ക് അല്ലേ അഭയം കൊടുക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അപകടങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട് താനും. ഏതായാലും കർത്താവിൻ്റെയും മറിയത്തിൻ്റെയും ശക്തിയെ വെല്ലുവിളിക്കാനോ തകിടം മറിക്കാനോ ഒരു ശക്തിക്കും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനും കഴിയില്ല എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. മറിയത്തിൻ്റെ സഹായം നമുക്ക് തേടാം. അവൾ കുടിയേറ്റക്കാരുടെ സാന്ത്വനമാണ്, അഭയാർത്ഥികളുടെ സാന്ത്വനമാണ്, പ്രവാസികളുടെ സാന്ത്വനമാണ്. അത് നമ്മിൽ പലരും പ്രവാസികളും അഭയാർത്ഥികളും കുടിയേറ്റക്കാരുമാണ്. നമുക്ക് സാന്ത്വനമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.